പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി മുതൽ മാസം തോറും 2600 രൂപ വരെയാണ് പെൻഷനായിട്ട് ലഭിക്കുക. ഇതുകൂടാതെ തന്നെ 2000 രൂപ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഇത് എത്തുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുന്നത് 4 മാസത്തിലൊരിക്കൽ കറക്റ്റായി ഒരു തവണ പോലും കുടിശ്ശികയില്ലാതെ തുക എത്തുന്ന 2000 രൂപ വീതം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം നാളിതുവരെയായും 1 രൂപ പോലും കുടിശ്ശികയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ അടുത്ത ഗഡു തുക വിതരണം ആരംഭിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി അവസാനത്തിന് മുമ്പാകെ തന്നെ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. സാധാരണ കഴിഞ്ഞ വർഷത്തിൽ തുക വിതരണം ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി മാസം 24-ാം തീയതിയോട് കൂടിയാണ്. ഇതിന് ആനുപാതികമായി ഇതേ ഒരു ഡേറ്റിൽ തന്നെ തുക വീണ്ടും എത്തുവാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു തുക കൂടുതലായിട്ടും വിതരണം ചെയ്യുക എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതുവരെയായിട്ടും കുടിശ്ശിക ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ തുക മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക്, ഫാർമേഴ്സ് ഐഡി ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾക്കും, അതുപോലെ തന്നെ എയിംസിൻ്റെ പോർട്ടലിൽ ബന്ധിപ്പിച്ചിട്ടും തുക കിട്ടാത്തിട്ടുള്ള ആളുകൾക്കുമെല്ലാം തന്നെ ഈ പ്രാവശ്യം തുക പൂർണ്ണ അളവിൽ തന്നെ കുടിശ്ശിക വന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു തുക കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഭാവിയിൽ ഈ ഒരു തുക വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് ബന്ധപ്പെട്ട അധികാരികൾ തന്നെ മുൻപ് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി പോലെ തന്നെയാണ് ക്ഷേമ പെൻഷനും. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 1600 രൂപ വീതം ആയിരുന്നു മുൻപ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് ഇലക്ഷൻ്റെ ഒക്കെ അനുബന്ധിച്ച് തുക വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ 2000-ന് പകരം 3000 രൂപ വരെയൊക്കെയാണ് തുക നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ക്ഷേമ പെൻഷൻ 2000 രൂപയും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് തുക ആക്കിയിരിക്കുകയുമാണ് സർക്കാർ. അതായത് ക്ഷേമ പെൻഷനൊന്നും വാങ്ങിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് 1000 രൂപ അധികമായിട്ട് സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് 35 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് 1000 രൂപയുടെ വിതരണം, അതിൻ്റെ 1ാം ഘട്ട വിതരണം ആരംഭിച്ചു. അത് വിതരണം ചെയ്തു കഴിഞ്ഞു. 10 ലക്ഷത്തിനുള്ള ആളുകൾക്ക് ഈ ഒരു തുക എത്തുകയും ചെയ്തു. മാത്രവുമല്ല, ക്ഷേമ പെൻഷൻ 2000 രൂപ ഇത് ലഭ്യമാവുകയും ചെയ്യും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ലഭിക്കുകയുള്ളൂ. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും 3000 രൂപയാണ് നമുക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഓരോ മാസവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 3000 രൂപ വീതം പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി. വരുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ആളുകൾക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൂടാതെ ഏറ്റവും ചെറിയൊരു കാര്യം കൂടി പറയുക. നീല റേഷൻ കാർഡുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നീല റേഷൻ കാർഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്, നമുക്ക് ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ, അതുപോലെ തന്നെ AC ഉള്ള വീടുള്ള ആളുകൾ, അതുപോലെ തന്നെ 4 ചക്ര വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ, ഇവർക്ക് ആർക്കും തന്നെ ഈ ഒരു നീല കാർഡ് കൈവശം വെക്കാനുള്ള അവകാശമില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അവർ കർശനമായിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന നടപടികൾ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.